അമേരിക്കയിൽ ഇന്ന് ചരിത്രം കുറിക്കുകയാണ് ട്രംപ് വീണ്ടും. ട്രംപിന്റെ വരവ് ഇന്ത്യക്കും വലിയ ഉത്സവമൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന ഈ ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന ചടങ്ങിൽ പല ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ അംബാനിയും നിത അംബാനിയും ഒക്കെ അവിടെ എത്തിയ വാർത്തകൾ കേട്ടു. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രം ട്രംപ് ക്ഷണിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യക്കെതിരെ പോരാടണമെന്ന് കോൺഗ്രസ്സുകാരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ തൽക്കാലം അമേരിക്കയിലേക്ക് കാലുകുത്തണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചത്? അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്തായാലും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിന്ന് പത്രം എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്ന പടം എന്ന് പറയുന്നത് ട്രംപിനൊപ്പം നിത അംബാനി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലെങ്കിൽ അംബാനി കുടുംബമാണ് അവർക്കൊപ്പം ഉള്ളത്. എന്ന് വെച്ചാൽ ട്രംപിന് ആകെ താല്പര്യമുള്ളത് ആരോട് മാത്രമാണ്? മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ മാത്രമാണ് താല്പര്യമുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള മോദിയോട്. അങ്ങനെയാണ് മോദിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ജയശങ്കർ അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ശരിയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ട്രംപ് യുഗം ആരംഭിക്കുകയാണ് വീണ്ടും. ആ ട്രംപ് യുഗം എന്ന് പറയുന്നത് പലതരത്തിലും ലോകത്തെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില നിലപാടുകൾ, ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിലേക്ക് വീണ്ടും ജയിച്ച് രണ്ടാം ഊഴത്തിൽ എല്ലാവിധമായിട്ടുള്ള പ്രൗഢിയോടുകൂടിയും തിരിച്ചു വരുന്നു. അദ്ദേഹം ഒരു നാഷണലിസ്റ്റാണ്, അമേരിക്കൻ നാഷണലിസ്റ്റ്. അങ്ങനെ അമേരിക്കൻ നാഷണലിസം എന്ന് പറയുന്നത് തന്നെ അവിടെ കോയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിനൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സായിട്ട് മാറി. അങ്ങനെ അമേരിക്കക്കാർക്ക് പ്രാമുഖ്യമുണ്ടാകണം എന്ന് നിരന്തരമായിട്ട് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്തി ഞാനൊരു അമേരിക്കനാണ് എന്ന് പറയുകയും ആ അമേരിക്കനിസത്തെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. ട്രംപ് അതുകൊണ്ട് തന്നെ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തും. ഒന്ന്, അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പോലീസുകാരാണ്. നേരത്തെ നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇരുധ്രുവ ലോകം എന്ന നിലക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. ബൈപ്പോളാർ വേൾഡ്. ആ ബൈപ്പോളാർ വേൾഡ് മാറി പിന്നെ യൂണിപ്പോളാർ വേൾഡായി മാറുമ്പോൾ അതിൻ്റെ നെറുകയിൽ നിൽക്കുന്നത് ട്രംപാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉയർത്തുന്ന സ്തുതിഗീതം എന്ന് പറയുന്നത് അത്യുന്നതങ്ങളിൽ ട്രംപിന് സ്തുതി ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും നടന്നത്. ലോകത്ത് മുഴുവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ അത്യുന്നതങ്ങളിൽ അധികാരിയായി വരുമ്പോൾ എന്താണ് ലോകത്തിന് വരാവുന്ന മാറ്റം? അത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനധികൃത കുടിയേറ്റക്കാരെയൊന്നും അമേരിക്കയിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഒറ്റാലും പോയി അമേരിക്കയിലേക്ക് കയറ്റുകയില്ല. മൂന്നാമത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സിൻ്റെ കാര്യം. അമേരിക്കയിലേക്ക്, അമേരിക്കൻ കമ്പോളങ്ങളിലേക്ക് വരുന്ന മറ്റ് രാജ്യ ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ടാക്സ് ഏർപ്പെടുത്തും. അത് ചൈനയെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. രണ്ടാമത് കാനഡയും. കാരണം ചൈനയും കാനഡയുമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് കടുത്ത ടാക്സ് അവർക്ക് ഏർപ്പെടുത്തി അവരുടെ ഉൽപ്പന്നങ്ങൾ തടയുക, അമേരിക്കയുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അമേരിക്കയുടെ പ്രൗഢി തിരിച്ചുകൊണ്ടുവരിക, നേരത്തേക്ക് പറഞ്ഞിരുന്നത് പോലെ ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് അമേരിക്ക മാറ്റുക. ഇതാണ് ട്രംപ് ആത്യന്തികമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. ട്രംപിൻ്റെ ഒരു വരവ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം, എൻ്റെ സുഹൃത്ത് എന്നാണ് എപ്പോഴും ട്രംപ് മോദിയെ അഭിസംബോധന ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോൾ ഇന്ത്യക്കൊരു നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ സഹായിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറയുന്ന മോദിയുടെ മറ്റൊരു മുഖം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ട്രംപ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ BJP സർക്കാരുമായിട്ട്, മോദി എന്നതിനപ്പുറം BJP സർക്കാരുമായി നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ അമേരിക്ക ശ്രമം ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോഴും ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇന്ത്യ ഒരു കാലത്ത് ഭരിച്ചിരുന്ന, ഏകദേശം 70 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഇള തലമുറക്കാരനെ മാറ്റി നിർത്തുന്ന ഒരു രീതി എന്തുകൊണ്ടായിരിക്കും അമേരിക്ക സ്വീകരിച്ചത്? അല്ല, അമേരിക്ക അങ്ങനെ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ മോദി ഉണ്ടല്ലോ. ഇപ്പോൾ മോദിയുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ എന്നതിനേക്കാൾ അമേരിക്കൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ ട്രംപിനുള്ളത് മോദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വ്യക്തികളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്.
അവിടെ രാഷ്ട്രം അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല ട്രംപിൻ്റെ പിന്നിലുള്ളത്. മോദി എന്ന് പറയുന്നതായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അതുതന്നെയാണ് റഷ്യയോടും അദ്ദേഹത്തിൻ്റെ സമീപനം. റഷ്യ എന്ന് പറയുന്ന രാജ്യമല്ല, അല്ലെങ്കിൽ രാഷ്ട്രമല്ല, പുതിൻ എന്ന് പറയുന്നതായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരി, അല്ലെങ്കിൽ റഷ്യയുടെ പ്രധാനമന്ത്രി, ഏകാധിപതിയൊക്കെ ആയിരിക്കുന്നതായിട്ടുള്ള വ്ളാദിമിർ പുടിൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അവരുമായിട്ടുള്ള സൗഹൃദത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്തിൻ്റെ വിദേശ നയ ഇടപാടുകൾ പോലും നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മോദിയുമായിട്ടുള്ള സൗഹൃദമാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായിട്ട് അദ്ദേഹം ഇക്വലൈസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ താഴെയുള്ള അണ്ടർ സെക്രട്ടറിമാരൊക്കെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ പ്രശ്നമായിട്ട് എടുക്കും. പക്ഷെ മോദിയും അതേപോലെ തന്നെ ട്രംപും എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളെടുക്കുകയും പല വിഷയങ്ങളും വ്യക്തിപരമായിട്ട് പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മോദിയുടെ പ്രതിനിധി മതി, അല്ലെങ്കിൽ മോദി മതി, പ്രതിപക്ഷം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷം അവരുടെ ഒരു ആവശ്യമല്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് പ്രതിപക്ഷം ഇന്ത്യയെ സംബന്ധിച്ച്. നമ്മളിവിടെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭരണകൂടവും അതേപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. മോദിയെ പരിഗണിക്കുന്നില്ല. മോദി ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സമയത്തല്ലേ നമ്മളിങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാത്തതെന്ന്. എന്താണ്, റഷ്യയിൽ പ്രതിപക്ഷത്തെ വിളിച്ചോ? ഇല്ലല്ലോ. പ്രതിപക്ഷം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ പ്രതിപക്ഷമുണ്ട് എന്ന് നമുക്കറിയാം. പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല? അദ്ദേഹം എന്താണ്, പുടിൻ്റെ രാജ്യത്തെ പ്രതിപക്ഷത്തെ വിളിച്ചിട്ടില്ല. ചൈനയിൽ നിന്ന് പ്രതിപക്ഷത്തെ വിളിക്കുന്നില്ല, കാരണം ചൈനയിലില്ല. അങ്ങനെ ഓരോ രാജ്യങ്ങളും നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ വളരെ സ്വേച്ഛാധിപത്യപരമായ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടുത്തെ പ്രൈം ലീഡേഴ്സിനെ മാത്രം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചടങ്ങ്, ആഘോഷം അതിഗംഭീരമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു. അത് വെറും ചടങ്ങല്ല, ഭാവിയിലെ രാഷ്ട്ര സമീപനങ്ങളുടെ കൂടി ഒരു പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വിളിച്ചില്ല, അതിന് പകരം മോദിയെ വിളിച്ചു. മോദി പോകാൻ സൗകര്യപ്പെടുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ജയശങ്കറെ പറഞ്ഞയക്കുന്നു. പക്ഷേ ബാക്കി അടുത്ത ദിവസങ്ങളിൽ ഇനിയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, ഇന്ത്യയിൽ നിന്നും ഒരു രാജ്യത്തിനും ഒഴിവാക്കി നിർത്തിയിട്ട് ഈ പുതിയ കാലത്ത് ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യയും ചൈനയും, കാരണം ഇന്ത്യയും ചൈനയും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളാണ്. ഈ ജനസംഖ്യയാണ് പുതിയ കാലത്ത് മൾട്ടിനാഷണലുകളുടെ അവരുടെ തീറ്റയ്ക്കുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഈ ജനങ്ങളുടെ ക്രയശേഷിയും അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമൊക്കെയാണ് ആ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടെ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയും ചൈനയൊക്കെ ഈ സമയത്ത് പരിഗണിക്കപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അമേരിക്കയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതിൽ, കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഇടപെടണം, അത് ഇടപെടാനായിട്ട് കഴിയും എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്താണ്, ലോകത്തെ മുഴുവനും തൻ്റെ വിരൽത്തുമ്പിൽ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള അധികാരങ്ങളും ആയുധങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ പ്രമാണിയാണ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്.